വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉപ്പേരിയാണ്, അതായത് ഒരു തോരനാണ്. നമ്മൾ ചീരയിലൊക്കെ കൊണ്ട് തോരൻ വെക്കില്ലേ അതുപോലെ, പക്ഷേ ഇത് ചീരയില കൊണ്ടല്ല. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ടിൻ്റെ ഇല കൊണ്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഈ ബീട്രൂട്ട് ഞാൻ അന്ന് മൂന്നാർ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇല കൊണ്ട് ഇങ്ങനെ തോരൻ വെക്കാൻ പറ്റുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാം എന്ന് കരുതി അതാണ് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ഇങ്ങനെ ഇലയൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ സാധാരണ ചീര അരിയുന്നത് പോലെ തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ നമ്മുടെ ഇലയും തണ്ടൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുകും കറിവേപ്പിലയൊക്കെ ഒന്നിട്ട് പൊട്ടിച്ചിട്ട് ഈ ഇല കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ചീരയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആട്ടോ ഉണ്ടാക്കുന്നത്, അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. കുറച്ച് തേങ്ങ ചിരകി എടുത്തു. അതിലേക്ക് 2-3 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളകാണ് ഇട്ടിട്ടുള്ളത്. അതും കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിനി ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ പണിയുള്ളൂ, വേറെ ഒരു പണിയുമില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ചമ്മന്തിയുടെ ടേസ്റ്റൊക്കെ ആ ഇലയിൽ നന്നായിട്ട് പിടിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് ലീഫ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ. ഇനി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചീരയില കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടോ ഈ ഇല ഉണ്ടാക്കിയപ്പോൾ. ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ ചീരയില കഴിക്കാത്ത കുട്ടികൾ വരെ ഇത് കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. ചീരയില ഇഷ്ടമല്ല മക്കൾക്ക്, പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോൾ അവർ നന്നായിട്ട് കഴിച്ചു. അപ്പോൾ ഇതുപോലെ ലീഫ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.